ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ ഇന്നും ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വേറൊന്നുമല്ല, ഒരു വെട്ടിൻ്റെ ഒരു പണി കിട്ടിയെന്ന് പറയാം കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ നിവിൻ പോളി പറയില്ലേ, ഒരു ഡയലോഗില്ലേ, എൻ്റെ സാറേ അവിടെ തട്ടിട്ട് കഴിഞ്ഞാൽ ചുറ്റുള്ളതൊന്നും കാണൂലെന്ന്. അതേപോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. മിക്ക ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വരെ മറന്നുപോയി അങ്ങനെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. അങ്ങനെ ഒരു മുട്ടം പണി കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് പൈപ്പിൽ നിന്നാണ് എടുക്കാറ്. വെള്ളം വരുന്ന സമയത്ത് ഞാൻ വേറെ ബക്കറ്റിൽ പിടിച്ച് വയ്ക്കുക, മുകളിലത്തെ ടാങ്കിൽ നിന്ന് അങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ ഓസിട്ട് വെച്ച് നിറയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഇക്കാടെ ഫോൺ വന്നത്. ഞാനത് അവിടെ ഇട്ട് മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്ന് അങ്ങനെ ഓടി വന്നപ്പോഴാണ് അടുക്കളയിൽ മൊത്തം വെള്ളമായിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീനാക്കി എടുക്കണം. അതാണ് ഇന്ന് രാവിലെ തന്നെ എനിക്ക് കിട്ടിയൊരു പണി കേട്ടോ. ഇന്ന് കണി കണ്ടവർ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ വെച്ചാൽ അത്രയ്ക്കധികം വെള്ളം ഉണ്ടായിരുന്നു അടുക്കളയിൽ. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. മോനും കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിച്ചു വരാനൊക്കെ ആയിട്ട്, അടിച്ച് കളയാനൊക്കെ കേട്ടോ. അപ്പോൾ ഓസിട്ട ആളാണ് കേട്ടോ. ആൾ മൊത്തത്തിൽ മറന്നു പോയതാണ് ആ കാര്യം. ഞാനും മിക്ക ഫോൺ വിളിച്ച ആ തിരക്കിൽ ഞാനും അതങ്ങോട്ട് മറന്നു പോയി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പണികൾ കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. സാധാരണ ഞാൻ അടുപ്പത്ത് വല്ലതും വെച്ചിട്ടായിരിക്കും കേട്ടോ ഈ പണി കിട്ടാറ്. ഒരു പ്രാവശ്യം കുക്കറിൻ്റെ അടി പിടിച്ച് കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിസിലിങ്ങനെ വരാതായപ്പോഴൊക്കെ പിന്നെ ഇക്കാടെ ഫോൺ കട്ട് ചെയ്തതിൻ്റെ ശേഷമൊക്കെയാണ് പോയി നോക്കിയത് കേട്ടോ. പിന്നെ ഓസിട്ട ആൾ വേറെ ആയ കാരണം കൊണ്ട് ആളെന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ വെള്ളമടിച്ച് കളഞ്ഞു. എന്നിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ ഇരുന്ന കാരണം ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ടോ എന്നൊക്കെ. എന്നാലും കുറേയൊക്കെ ഞാൻ അങ്ങോട്ട് ഇതാക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ചെടുത്ത് ഫാനൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ രാവിലത്തെ കുക്കിംഗ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണം. അങ്ങനെ ഞാനിത് രാവിലെ ഇപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ 2 ദിവസത്തെ പനിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇടവേളകളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വർക്കിൽ. അന്ന് തന്നെ എനിക്ക് നല്ലൊരു പണിയും കിട്ടിയിട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ക്ലീനാക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ സ്കൂളിലേക്ക് വിടുന്നത് ആകെ നേരം വൈകും, ആകെ ചുറ്റിപ്പോട്ടെ രാവിലെ തന്നെ. ഇതിപ്പോൾ സൺഡേ ദിവസം സംഭവിച്ച ഒരു വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ മക്കളെ. അങ്ങനെ ഇപ്പോൾ ഞാൻ സബോള വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം സബോള നന്നായിട്ടൊന്ന് അങ്ങോട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ആ സബോള വാട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ബ്രൗൺ കളറാവുന്ന വരെ അങ്ങോട്ട് വാട്ടി കൊടുത്തു. അതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടി എന്ന് വെച്ചാൽ വളരെ കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ തക്കാളിയും സബോളയൊക്കെ നല്ലോണം വാട്ടിയെടുത്തതാണ്. അതിലേക്കാണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലപ്പൊടിയുടെ ഒരു കുത്തൊക്കെ ഒന്ന് മാറി പച്ചച്ചോയൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം വരെ നമുക്കിങ്ങനെ നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നാളികേരപ്പാലാണ് കേട്ടോ. അത് 1-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള നല്ല കുറുകിയ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ കട്ടിയുള്ള 1-ാം പാൽ മാത്രമാണ് കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗരം മസാല ചേർക്കാറില്ല കേട്ടോ. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നല്ല പോലെ അങ്ങോട്ട് തിളയ്ക്കരുത് കേട്ടോ. ചെറിയൊരു തള വരുന്ന സമയത്ത് ഞങ്ങൾക്കിതേ
ഒരു 3 മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 മുട്ടയും 3 ദിശയിലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മാറിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുത്തി ഇളക്കാനൊന്നും പാടില്ല കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് തീയൊന്ന് സിമ്മിലാക്കി വെക്കാം. അപ്പോൾ ആ നാളികേരപ്പാലിൻ്റെ ഇതിൽ തിളയിൽ വേണം നമ്മളിതൊന്ന് കിടന്ന് വെന്ത് വരാനായിട്ട് കേട്ടോ. നമുക്ക് നാളികേരപ്പാൽ വേണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനത്തെ തിളച്ച് നല്ല പോലെ തന്നെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങോട്ട് കരിഞ്ഞ് ഫ്രൈ ആയി പോകരുത് കേട്ടോ. കുറച്ചൊരു 2 സെക്കൻഡ് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഈ രീതിയിലാണ് കേട്ടോ മുട്ട മുട്ടക്കറി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കറിക്കൊക്കെ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം. പിന്നെ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഞാനിവിടെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് ലോങ് ആയി പോവും. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു ക്ഷമയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മളെല്ലാതും കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്തുമ്പോൾ അവർക്കതും വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാനിവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കമൻ്റൊക്കെ ഇപ്പോൾ ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണ് മക്കളെ നിങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ഇത്ര മടി? ഞാൻ വീഡിയോ കാണുന്നവർക്കൊന്ന് ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ ഇത്രയ്ക്ക് മടി എന്തിനാണ്? ഒരു വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അല്ലേ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കഴിയുന്ന സമയത്ത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ഷേപ്പിലുള്ള ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ചപ്പാത്തി ഇവിടെ പരത്തുന്നതിൻ്റെ ഇടയിൽ മോന് വന്നിട്ടുണ്ട്. മോന് സഹായിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് നേരം വൈകി. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു മുട്ടൻ പണി കിട്ടിയില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഉമ്മ അവിടെ പരത്തിക്കോ, ഞാനിവിടെ ചുട്ടു തരാമെന്ന്. അങ്ങനെ ആൾ ചപ്പാത്തി ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പരത്തിലൊക്കെ ഞാൻ സാധാരണ പരത്തി ഇട്ടിട്ടാണ് ഞാൻ അവസാനമാണ് കേട്ടോ ചുട്ടെടുക്കാറ്. ചിലവർ പറയണേക്കെ ഇങ്ങനെ പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് പോവും, നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ കിട്ടാറില്ല എന്ന്. നമ്മൾ കുറച്ച് പൊടി അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുത്താൽ മതി പക്ഷേ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്തായാലും പൊടി നല്ലോണം ടാപ്പ് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തി കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വല്ലാണ്ട് പൊടി ഓവറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കാം. സാധാരണ ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ജസ്റ്റ് ഞാൻ ആ പരത്തുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ അമർത്തിയതിന് ശേഷം കുറച്ച് പൊടിയാക്കില്ല, അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അതിന് ചപ്പാത്തിയൊക്കെ പരത്തി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ ചുട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ ചോറും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറിന് അരിയൊക്കെ ഇട്ട് ചോറൊക്കെ തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് പിന്നെ അതേ ഞങ്ങൾ ചപ്പാത്തി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ സുഡാപ്പിയും പാത്തോസും ഞാനും ഞങ്ങൾ 3 ആളും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കാറ്. എന്താ വെച്ചാൽ അവർക്ക് 2 പേർക്ക് ഞാൻ വാരി കൊടുക്കണം. ദിലു ഒറ്റയ്ക്ക് കഴിക്കൂട്ടോ. ചില സമയത്ത് അവനൊരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ ഞാൻ വാരി കൊടുക്കണം എന്നൊക്കെ. പക്ഷേ സുഡാപ്പി സമ്മതിക്കില്ല. സുഡാപ്പി പറയും ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വാരി കൊടുത്താൽ മതി എന്നാണ്. സുഡാപ്പി ഇടയ്ക്ക് അങ്ങനെയാണ്. ചില സമയത്ത് പറയും കുഴപ്പമില്ലേക്കാകെ വാരി കൊടുത്തോന്ന് കേട്ടോ. പിന്നെ അതേ ഞാൻ ചിക്കന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം അമ്പലത്തിലത്തെ പരിപാടിയൊക്കെ ആയിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും അങ്ങനെ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മീനോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഞാൻ ഞായറാഴ്ചയും കൂടിയാണ് സാധാരണ എല്ലാ ഞായറാഴ്ചയാണ് കേട്ടോ ഇവിടെ ചിക്കൻ മേടിക്കാറ്. ആദ്യമൊക്കെ വെള്ളിയാഴ്ചയായിരുന്നു, അതൊക്കെ പിന്നെ ഇപ്പം അങ്ങോട്ട് മാറ്റി ഞായറാഴ്ചയ്ക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ചയാണല്ലോ എല്ലാവർക്കും മുടക്കുള്ള ദിവസം, അപ്പോൾ പിന്നെ അത് ഞായറാഴ്ചയ്ക്ക് ആക്കി കേട്ടോ. അങ്ങനെ അതേ ചിക്കൻ മേടിച്ചു കൊണ്ടൊന്നും ഞാൻ അങ്ങനെ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഞാൻ ഒത്തിരി വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, ഒരുപാട് വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാതിരുന്നത്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കൻ പൊരിക്കാനും വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അങ്ങനെ ചിക്കനും ഇവിടെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.